തൽക്കാലം മോളുടെ പ്രൊമോഷൻ ഒക്കെ നടക്കട്ടെ. പടം എന്നാ റിലീസ്? ഹിറ്റാവോ? കാണാം, കാണിക്കാം. വെറുതെ സമയം കളയേണ്ട. മോഹൻലാലിന്റെ മകള് വിസ്മയ മോഹൻലാലിന്റെ ഒരു പുതിയ സിനിമ ഇറങ്ങുന്നുണ്ടല്ലോ, തുടക്കം. അതായത് ആ സിനിമ എങ്ങനെയെങ്കിലും നമ്മളെ ചാണകസംഖ്യക്ക് പൊളിച്ചെടുക്കണം. തെമ്മാടിത്തരമല്ല, തെണ്ടിത്തരമാണ്. നല്ല ശുദ്ധ തെണ്ടിത്തരം. അടിപൊളി പടം കേട്ടോ. ഷീസ് റിയലി മെയ്ഡ് ഹെർ ഫാദർ പ്രൗഡ്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എനിക്ക് തോന്നുന്നു മോഹൻലാലിന്റെ ലെഗസി വിസ്മയന്റെ. സൂപ്പർ ഹിറ്റ്, സൂപ്പർ ഹിറ്റ്. മോഹൻലാലിന് മോള് കാലഘട്ടം പുള്ളിക്കാരി മാർഷൽ ആർട്സ് പഠിച്ച് ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. കിടിപ്പനിടി. കാല് പൊക്കിയിട്ടുള്ള അടിയൊക്കെ കാണാൻ പറ്റുമല്ലോ ലാലേട്ടനെ പോലെ തന്നെ. ഇത്രയും കാല് പൊക്കുന്നില്ല. ഇങ്ങനെ നുണവരല്ലേട്ടാ, നാവ് ചീഞ്ഞു പോകും. നന്നായിരുന്നു, നല്ല അഭിനയമായിരുന്നു. പ്രതീക്ഷയെക്കാട്ടും വലിയൊരു തുടക്കമാണ്. വിസ്മയ മോഹൻലാലിന്റെ തുടക്കം ഗംഭീരമായിട്ടുണ്ട്. അപ്പൊ നീ ഒരുങ്ങി തന്നെ ഇറങ്ങിയിരിക്കുകയാണല്ലേ? നമ്മുടെ പഴയ നമ്മുടെ രവിക്കൊക്കെ ഒരു മറുപടി, മറ്റേ രവി ഉണ്ടല്ലോ, ആ രവിക്കൊക്കെ ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് പുള്ളിക്കാരി. കിടിലൻ. എന്റെ നിവൃത്തികേട് കൊണ്ട് എന്തൊക്കെയോ ചെയ്യേണ്ടി വന്നു. ഏതായാലും നീ ഇപ്പൊ വലിയ നിലയിലെത്തിയല്ലോ. ലാലേട്ടനും വിസ്മയും അടിപൊളിയായിട്ടുണ്ട്. ഇല്ല 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 ഇല്ല, പെമ്പിള്ളേര് കാണണ്ട പടാ. ഗംഭീരമായ ഒരു ഫാമിലി മൂവിയാണ്. ഇപ്പൊ ഞാൻ ആഗ്രഹിച്ചത് തന്നെ കിട്ടി. നല്ല അസല് സദ്യ ഉണ്ട് എഴുന്നേറ്റവനെ പോലെ സന്തുഷ്ടനാണ്. എക്സ് ബി ജോയ് ഗംഭീരമായ സ്കോറാണ് ഈ സിനിമയ്ക്ക് ചെയ്തിരിക്കുന്നത്. എന്നെ ഏൽപ്പിച്ച കാര്യം ഞാൻ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട്. വിസ്മയ ആറാടി എന്ന് തന്നെ നമ്മൾ ഈ സിനിമ കണ്ടിട്ട് പറയേണ്ടി വരും. വിസ്മയ എന്റെ പൊന്നോ, ലാലേട്ടന്റെ മോള് തൂക്കി. നിങ്ങൾ മരണമാസല്ല, കൊല്ലമാസം. ഫൈറ്റ് ഒരു രക്ഷയിലാട്ടോ. വിസ്മയിപ്പിച്ചു എന്ന് വേണം പറയാൻ. ഹോ, ഇത് എല്ലാത്തിനെയും കടത്തി വെട്ടി കളഞ്ഞു. ഒന്നും പറയണ്ട. അയ്യോ, രോമാഞ്ചം കൊണ്ട് ഹിറ്റാവോ? കാണാം, കാണിക്കാം. ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയാലോ? നിങ്ങളുടെയൊക്കെ സഹകരണമുണ്ടെങ്കിൽ തുടർന്നും ധാരാളം സിനിമകൾ ഇനിയും ഇവിടെ ചിത്രീകരിക്കും.